ഇന്നലെ കണ്ടൊരു പ്രത്യേകതയല്ല, അതൊരു മോശം രീതിയാണ്. കോൺഗ്രസ് ഉൾവലിയുന്നൊരു സാഹചര്യമാണ് പൊതുവെ ഞാൻ നോക്കുമ്പോൾ കാണുന്നത്. ഇന്നലെ സ്ഥാനാർത്ഥി കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പൊതു സ്ഥലങ്ങളിലൊന്നും പ്രത്യക്ഷപ്പെട്ടില്ല. കൊട്ടിക്കലാശത്തിനുണ്ടായില്ല. ഒരു പത്രസമ്മേളനം രാവിലെ വിളിച്ചിരുന്നു എന്നുള്ളത് ഒഴിച്ചാൽ പൊതുവെ കണ്ടില്ല. എന്താണ് സ്ഥിതി എന്നുള്ളതിനെ സംബന്ധിച്ച് അറിയാൻ മേല. അത് മുതലാക്കി BJP ഇന്നലെ ഒരു വലിയ തോതിലുള്ള പ്രവർത്തനങ്ങൾ അവർ നടത്തിയിട്ടുണ്ട്. എന്തെങ്കിലും ഒരു ഡീലുണ്ടോ ഇല്ലയോ എന്നൊക്കെ എനിക്കൊരു ചെറിയ സംശയം അക്കാര്യത്തിലുണ്ട്. കൊട്ടിക്കലാശം കഴിഞ്ഞു. നാളെ കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. ഇന്ന് നിശബ്ദ പ്രചാരണമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന ആരവങ്ങളൊന്നുമില്ലാതെ തന്നെ സ്ഥാനാർത്ഥികൾ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുന്ന ദിവസം. ആറ്റിങ്ങലിൻ്റെ LDF സ്ഥാനാർത്ഥി V ജോയിയാണ് നമുക്കൊപ്പമുള്ളത്. ഇന്ന് നിശബ്ദ പ്രചാരണമാണ്. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നതിന് തൊട്ടു മുമ്പ് പല സാധ്യതകളും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറാൻ സാധ്യതയുള്ളൊരു ദിവസം. എങ്ങനെയാണ് ഇന്നത്തെ ദിവസം കൈകാര്യം ചെയ്യുക? ഇന്നിപ്പോൾ കുറച്ച് പ്രധാനപ്പെട്ട വ്യക്തികളെ ഞങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരുമായിട്ടൊന്ന് ഒരു ഇൻട്രാക്ഷൻ നടത്തുക. പൊതുവേ ഉള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉച്ചയ്ക്ക് ശേഷം ഒന്നിരുന്ന് വിലയിരുത്തുക. ഓരോ സ്ഥലത്തും എങ്ങനെയാണ് കാര്യങ്ങൾ, നാളത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, അതിനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് വിലയിരുത്തുക. പിന്നെ വൈകുന്നേരം ഈ ബൂത്തുകളെല്ലാം അലങ്കരിക്കൽ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ കുറച്ച് സ്ഥലങ്ങളിൽ വൈകുന്നേരം ഒന്ന് അവിടങ്ങളിലൊക്കെ ഒന്ന് പോവുക. അത്തരം കുറച്ച് പരിപാടികളാണ് ഇന്നത്തെ ദിവസം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. നാളെ എങ്ങനെ വോട്ട്? അതായത് മൂന്ന് പ്രധാനപ്പെട്ട മുന്നണി സ്ഥാനാർത്ഥികളിൽ ഒരാൾക്ക് മാത്രമാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ വോട്ടുള്ളത്. അപ്പോൾ നാളെ എങ്ങനെയാണ് വോട്ട് ചെയ്യുന്നത്? നാളെ രാവിലെ 7 മണിക്ക് ഇവിടെ വീടിനടുത്തുള്ള സ്കൂളിലാണ് വോട്ട്. രാവിലെ വോട്ട് ചെയ്യും. വോട്ട് ചെയ്തതിന് ശേഷം വർക്കലയ്ക്ക് പോകും. നാളെ വർക്കല രാധാകൃഷ്ണൻ്റെ അനുസ്മരണ ദിനമാണ്. അപ്പോൾ അത് കഴിഞ്ഞ് അവിടെ പോയി ഒരു പുഷ്പാർച്ചനയും നടത്തിയിട്ട് വർക്കലിൽ നിന്ന് തന്നെ തുടങ്ങി കാട്ടാക്കടയിൽ അവസാനിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഒരു റൂട്ടാണ് നാളെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ പോളിംഗ് ബൂത്തിലേക്കും പോകാൻ പറ്റത്തില്ല, എന്നാലും പ്രധാനപ്പെട്ട സെൻറ്ററുകളിൽ ഒന്ന് കയറി ഇറങ്ങി പോവുക എന്നുള്ളതാണ് പരിപാടി ഇട്ടിരിക്കുന്നത്. ഈ ഒരു മാസം നീണ്ട പ്രചാരണമായിരുന്നു, ഒരു മാസത്തിലധികം ഉണ്ടായിരുന്നു. കാരണം ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് ഇടതുമുന്നണിയായിരുന്നു. അതിനുശേഷം ഇന്നലെ ആവേശോജ്വലമായ കുട്ടിക്കലാശമുണ്ടായി. എങ്ങനെയാണ് പൊതുവെ ഒരു ഒറ്റ ദിവസം മുമ്പ് ഉള്ളൊരു അല്ലെങ്കിൽ തലേ ദിവസം ഉണ്ടാകുന്ന ഒരു വിലയിരുത്തൽ എന്നൊക്കെ പറയുന്നത്? ഇന്നലെ കണ്ടൊരു പ്രത്യേകതയല്ല, അതൊരു മോശം രീതിയാണ്. കോൺഗ്രസ് ഉൾവലിയുന്നൊരു സാഹചര്യമാണ് പൊതുവെ ഞാൻ നോക്കുമ്പോൾ കാണുന്നത്. ഇന്നലെ സ്ഥാനാർത്ഥി കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പൊതു സ്ഥലങ്ങളിലൊന്നും പ്രത്യക്ഷപ്പെട്ടില്ല. കൊട്ടിക്കലാശത്തിനുണ്ടായില്ല. ഒരു പത്രസമ്മേളനം രാവിലെ വിളിച്ചിരുന്നു എന്നുള്ളത് ഒഴിച്ചാൽ പൊതുവെ കണ്ടില്ല. എന്താണ് സ്ഥിതി എന്നുള്ളതിനെ സംബന്ധിച്ച് അറിയാൻ മേല. അത് മുതലാക്കി BJP ഇന്നലെ ഒരു വലിയ തോതിലുള്ള പ്രവർത്തനങ്ങൾ അവർ നടത്തിയിട്ടുണ്ട്. എന്തെങ്കിലും ഒരു ഡീലുണ്ടോ ഇല്ലയോ എന്നൊക്കെ എനിക്കൊരു ചെറിയ സംശയം അക്കാര്യത്തിലുണ്ട്. എന്തായിരുന്നാലും ഇന്നലത്തെ ഒരു പരിസമാപ്തി ഞങ്ങളുടെ ഒരു വിജയം ഉറപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഒരു പരിസമാപ്തിയാണ്. ഏറ്റവും നല്ലൊരു ഹൈ പിച്ചിലാണ് ഞങ്ങൾ പൊതുവെ എല്ലായിടത്തും പ്രവർത്തനങ്ങൾ ഇന്നലെ പരസ്യപ്രചരണം അവസാനിപ്പിച്ചത്. ഇനി എന്തെല്ലാം ഉണ്ടായിരുന്നാലും നമുക്ക് വിജയിക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ അത്തരത്തിൽ ഇപ്പോൾ അങ്ങ് തൊട്ടു മുമ്പ് പറഞ്ഞതുപോലെ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഡീലിനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അത് ഇടതുമുന്നണിയെ ബാധിക്കില്ലേ? സ്വാഭാവികമായി കുറച്ച് ബാധിക്കും. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ വോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നതുമായി ബന്ധപ്പെട്ട ചില വന്നാൽ അല്പം ബാധിക്കും. പക്ഷേ എന്നായിരുന്നാലും അതിനെ മറികടക്കാനുള്ള സംവിധാനങ്ങൾ ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് അങ്ങനെ ഒരു ദോഷകരമായി വരത്തില്ല. പക്ഷേ എന്നാലും എന്തുകൊണ്ട് ഇതുപോലൊരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി അടക്കമുള്ള ആളുകൾ ഏറ്റവും താഴെയുള്ള കുറേ ആളുകളെ ഏൽപ്പിച്ചിട്ട് ഉൾവലിയുന്നു എന്നുള്ളത് ഒരു പ്രശ്നമാണ്. നമ്മൾ
കുറച്ചു മുമ്പ് അങ്ങ് പറഞ്ഞതുപോലെ ഇന്നലെ ഒരു പത്രസമ്മേളനം അദ്ദേഹം UDF സ്ഥാനാർത്ഥി നടത്തിയിരുന്നു. പത്രസമ്മേളനം പ്രധാനമായിട്ട് ഈ ഇരട്ട വോട്ട് എന്ന് പറയുന്ന അദ്ദേഹം തുടക്കം മുതൽ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം ഉന്നയിച്ച അതേ കാര്യങ്ങളാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞത് 3000-ഓളം ഇരട്ട വോട്ടുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആരോപണം അതല്ല, 1,00,000-ന് മുകളിലുണ്ട്, 1,72-ഓളം ഉണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് കള്ളമാണ് എന്ന് വരെ പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് UDF സ്ഥാനാർത്ഥി എത്തി. അത്തരം ഒരു കാര്യം പറയുന്നത് ഈ സാഹചര്യത്തിൽ, അതായത് തെരഞ്ഞെടുപ്പിന് 2 ദിവസം മുമ്പ് അങ്ങനെ പറയുന്നത് ഏത് തരത്തിൽ വേണം കാണാൻ? അല്ല, അത് ഞാൻ പറഞ്ഞില്ല, അത് പുള്ളി ആദ്യം മുതൽ തന്നെ എടുക്കുന്ന ഒരു സമീപനം. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ പേര് പറഞ്ഞിട്ട് ജയപരാജയങ്ങൾ നിശ്ചയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ടോ എന്ന് ഒരു സംശയമുണ്ട്. ഞാൻ പറയുന്നത് വോട്ടർ പട്ടികയിൽ എൻ്റെ പേരുണ്ട്, എനിക്ക് ഇലക്ഷൻ ID കാർഡുണ്ട്. എന്നെ എങ്ങനെ വോട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി പറ്റും? ഇന്നലെ അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞ് ഞങ്ങളുടെ പ്രവർത്തകർക്ക് ഞങ്ങൾ അതിൻ്റെ ലിസ്റ്റ് കൊടുക്കും, ലിസ്റ്റ് കൊടുത്താൽ തടയും. അങ്ങനെ തടയാൻ പറ്റത്തില്ല, ഒരു കാരണവശാലും തടയാം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇലക്ഷൻ ID കാർഡ് ഒന്നിലധികം ആരും ഹോൾഡ് ചെയ്യാറില്ല. ഹോൾഡ് ചെയ്താൽ പിടിക്കപ്പെട്ടാൽ വലിയ പ്രശ്നമാണത്. അതുകൊണ്ട് അങ്ങനെ ആരും ചെയ്യാറില്ല. അപ്പോൾ അവരുടെ സ്വന്തം വോട്ട് സ്വന്തം ബൂത്തിൽ പോയി ചെയ്യുമ്പോൾ ഇയാൾക്ക് ഇനി പണ്ട് അവിടെ ഉണ്ടായിരുന്നു വോട്ട് എന്നൊക്കെ പറഞ്ഞാൽ അത് ഇഷ്യൂസിലേക്ക് പോകുന്നതാണ്. പുള്ളി എനിക്ക് തോന്നുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ ഇന്നലത്തെ ചില സംഭവങ്ങൾ കൂടെ കൂട്ടി വായിക്കുമ്പോൾ കുറേശ്ശെ ഒന്ന് ഉൾവലിയുന്നോ എന്നൊരു സംശയം കോൺഗ്രസ് മറ്റവർക്ക് വേണ്ടി മാറുന്നു. ഇപ്പോൾ ഇടയ്ക്ക് ഒരു ഹിന്ദി പത്രത്തിൽ 2 ദിവസം മുമ്പ് വന്ന ഒരു വാർത്ത, വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് ഇപ്പോൾ സൂറത്തിലെ മാറ്റം, ഇങ്ങനെ കുറേ സ്ഥലങ്ങൾ വരുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്താണ് ഇവർ തമ്മിലുള്ള ഒരു ഡീല് എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യമുണ്ട്. എന്ത് വന്നാലും ശരി, ഇടതുപക്ഷം ഇത്തവണ ഇവിടെ ജയിക്കും. അതിനാവശ്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ പൊതുവേ റൂറൽ ഏരിയയിലുള്ള മണ്ഡലങ്ങളെയൊക്കെ സംബന്ധിച്ച് ഈ തലേദിവസം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിലൊക്കെ തന്നെ വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ അങ്ങനെ എന്തെങ്കിലും സാധ്യതകളുണ്ടോ? അല്ല, ഞങ്ങളുടെ പ്രത്യേകം ശ്രദ്ധിക്കപ്പെടേണ്ട സ്ഥലങ്ങൾ നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. എന്നാലും കുറേയെല്ലാം കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഒക്കെ നടക്കും. എന്നാലും നമ്മളൊരു ശ്രദ്ധ മുൻകാലങ്ങളിൽ വെച്ചിട്ട് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ശ്രദ്ധ എല്ലാ സ്ഥലത്തും നമ്മൾ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. ഈ ഭൂരിപക്ഷം എത്ര കിട്ടും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വളരെ വിലയിരുത്തൽ നടത്തിയിട്ടുണ്ടോ? അത് നാളത്തെ ഒരു ദിവസം കൂടെ കഴിഞ്ഞിട്ട് പോളിംഗ് പെർസെൻറ്റേജ് കൂടി നോക്കിയിട്ട് നമുക്കൊരു അനുമാനത്തിലേക്ക് എത്താം എന്നുള്ള നിലയിലാണ് നിൽക്കുന്നത്. ഈ പോളിംഗ് കൂടുമെന്നാണോ കരുതുന്നത്? സാധാരണ നിലയിൽ പോളിംഗ് അങ്ങനെ വലുതായിട്ട് കൂടാൻ സാധ്യതയില്ല. ഒരു 68-70 ആ ഒരു റേഞ്ചിൽ നിൽക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നിശബ്ദ പ്രചാരണം ഉഷാറായിട്ട് നടക്കട്ടെ. താങ്ക് യു. അതാണ് കൃത്യമായി രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് ആറ്റിങ്ങലിലെ LDF സ്ഥാനാർത്ഥി മുന്നോട്ട് പോകുന്നത്. ഒപ്പം തന്നെ UDF സ്ഥാനാർത്ഥിയുടെ അസാന്നിധ്യം, കൊട്ടിക്കലാശത്തിലെയും മറ്റും അസാന്നിധ്യം കൂടി ചർച്ചയാക്കുകയാണ് ഇടതുമുന്നണി. ബിജു മടവൂരിനൊപ്പം ഹരിമോഹൻ, മീഡിയ 1, ആറ്റിങ്ങൽ.